മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞ നല്ല സുഖം ഇന്ത്യയിൽ ഇപ്പോ. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, വേഗം പറയും. ഉദ്ദേശിക്കുന്നത് എന്താ എല്ലാവർക്കും അറിയാം. തീവ്രവാദവും ഭീകരവാദവും മുസ്ലിം 6-ാം നൂറ്റാണ്ട് ഇതൊക്കെ തന്നെ ആയിരിക്കും. വേഗം ഛർദിക്കും കിട്ട്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില ഇതുപോലെ ഭയാനകമായ ഒരു സ്ഥിതിയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഓഹോഹോഹോ, ഇപ്പൊ ഇതുപോലെ ഭയാനകമായ ഉത്തരേന്ത്യയിലേക്ക് നോക്കിയാൽ മതി. മണിപ്പൂർ കണ്ടില്ലേ പൊട്ട? മണിപ്പൂർ നോക്ക്. അവിടുത്തെ ഭീകരവാദം കാണണമെങ്കിൽ മുഴുവൻ ക്രിസ്ത്യാനികളെയും കൊന്നൊടുക്കി BJP-ക്കാരും RSS ചേർന്നിട്ട്. അത് കണ്ടില്ലല്ലേ? 400 ക്രിസ്ത്യൻ ചർച്ചിന് തീ വെച്ച് പിക്കാസായിട്ട് ടൈൽസ് വരെ കൊത്തി കളച്ച്. ഭീകരവാദം പറ ഏത് നിമിഷവും ആരും വേണമെങ്കിൽ കൊല്ലപ്പെടാവുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ കേരളത്തിൽ. അതിന് കാരണം എന്താന്ന് വെച്ചാല് ഇവരൊക്കെ തന്നെ ഈ ഇതുപോലത്തെ പാർട്ടിക്കാരനെ BJP പോലത്തെ തെമ്മാടികൾ തന്നെ വേറെ ആരെ കൊണ്ടാണ്? മുഴുവൻ കേരളത്തിൽ ഈ മയക്കുമരുന്ന് മുഴുവൻ വ്യാപിപ്പിച്ചു. ഗുജറാത്തിൽ നിന്നാണ് ഇതിന്റെ ഉൽപാദനവും സപ്ലൈയും വിതരണവും വിപണനവും ഒക്കെ ഗുജറാത്തിൽ നിന്നാണ്. അതിനെ കുറിച്ച് ഞാൻ പറയാം. ഏതായാലും ഇയാള് തള്ളി മറിക്കട്ടെ. ഇയാളുടെ വായിലുള്ള ഇതൊക്കെ വരട്ടെ ഇങ്ങോട്ട് നൊരയും പതൊക്കെ. കൊച്ചുകുട്ടികൾ മുതൽ സ്കൂൾ വിദ്യാർത്ഥികൾ, LP UP സ്കൂൾ കുട്ടികൾ മുതൽ വയോവൃദ്ധർ വരെയുള്ള ആൾക്കാർ അതിഭീകരമായിട്ട് കൊല ചെയ്യപ്പെടുകയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. അത് തന്നെയല്ലായിരുന്നു ഇവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്തി. ആ സന്തോഷാണേ. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ ഈ മയക്കുമരുന്ന് ഇത്രയും സപ്ലൈ ചെയ്തത്. ഇപ്പൊ ആ ലക്ഷ്യത്തിയപ്പോ എന്തൊരു സന്തോഷം പാവത്തിന്. ഇതുപോലത്തെ അക്രമങ്ങൾ നമ്മള് മണിപ്പൂരിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഗുജറാത്തില്, പിന്നെ ഛത്തീസ്ഗഡില്, പിന്നെ മധ്യപ്രദേശില്, ഇവിടൊക്കെ കണ്ടിട്ടുള്ളൂ. വിദേശ സിനിമകളിൽ മാത്രം കണ്ടിട്ട് പരിചയമുള്ള അപ്പൊ മൂപ്പര് വിദേശ സിനിമ കാണുന്ന അറിയിക്കുകയാണ്. എവിടെ ഇംഗ്ലീഷ് ഒരു ചുക്കും ചുണ്ടാൻ പോറില്ല, മലയാളം തന്നെ ശരിക്കറിയില്ല. അങ്ങനത്തെ ആള് വിദേശ സിനിമ കണ്ടിട്ട് എന്താണ് പൊട്ടന്റെ മുമ്പിൽ ബിസ്ക്കറ്റ് കാണിച്ച പോലെ അക്രമങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുക. UP സ്കൂളുകളിലും ഹൈസ്കൂളുകളിലും എല്ലാം വന്ന് ഇതുപോലുള്ള അക്രമം നടത്താൻ പരിശീലനം കിട്ടിയ ആൾക്കാർ, പരിശീലനം കിട്ടിയിരിക്കുന്നു പല കൊലപാതകം. വെഞ്ഞാറമൂടിൽ ഒരു കുടുംബത്തിലുണ്ടായിട്ടുള്ള അതിഭീകരമായ കൊലപാതകം, ഇരുത്തി ചിന്തിപ്പിക്കേണ്ട പറച്ചിലട്ടത്തോന്ന് മൂപ്പര കുടുംബത്തിൽ ആരോ കൊലപാതകമാണ്. അതൊരു സാധാരണ സംഭവമല്ല. അല്ലല്ല, അത് സാധാരണ സംഭവമല്ല. അത് 6-ാം നൂറ്റാണ്ട് ഗോത്രീയമായ മതം, ഭീകരവാദം, ഇസ്ലാമിക. പറഞ്ഞോട്. വിദഗ്ധമായ പരിശീലനം എവിടുന്നോ കിട്ടിയിരിക്കുന്നു എന്ന് വേണം കണക്കാക്കാൻ. ഷാഗിന്നായിരിക്കും. ഷാഗയിലാണല്ലോ ഈ വക കൊല്ലാനും തല്ലാനും വെട്ടി നുറുക്കാനും ഒക്കെ ഉള്ള പരിശീലനം അവിടെയല്ലേ കിട്ടുന്നുള്ളൂ. വേറെ എവിടെയും ചെല്ലോ. ഷാഗിന്ന് തന്നെ ആയിരിക്കുള്ളൂ. അല്ലെങ്കിൽ BJP-യുടെ വല്ല ഓഫീസിൽ. ഇപ്പൊ BJP ഉള്ള പൈസ കട്ടിട്ട് വലിയ ഓഫീസ്, വലിയ ബിൽഡിംഗ് കെട്ടുകയാണ്. അതിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നത് ആര് കണ്ട്? അതിൻ്റെ ഉള്ളിൽ ഫുള്ള് തോക്ക് വെടിവെക്കാനുള്ള പരിശീലനം, കഴുത്തറുത്തെടുക്കാനുള്ള പരിശീലനം ഒക്കെ നടക്കുകയാണല്ലോ. അവിടെ നിന്നായിരിക്കും. ഏത് UP സ്കൂളിന് മുമ്പിലും MDMA ഉൾപ്പെടെ. ഇയാൾ എന്താണ് UP സ്കൂൾ എന്ന് എപ്പോഴും പറഞ്ഞത്? ഇയാൾ സ്കൂളിലെ പടി കണ്ടിട്ടില്ല. UP സ്കൂളിൽ പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ പോകാൻ പറ്റിയില്ല. അതാണ് ഇപ്പൊ ഇത്രയും കരയണത്. രാസ എന്താണ്? രാസായുധോ? മയക്കുമരുന്നുകൾ സുലഭമായിട്ട് കേരളത്തിൽ കിട്ടും. അത് മൂപ്പർക്ക് നന്നായിട്ട് തരാം. കാരണം എന്താണ്, ഇവരൊക്കെ കൂടി ഒത്തിട്ടാണല്ലോ ഗുജറാത്തിൽ നിന്ന് പിന്നെ കണ്ടെയ്നറിൽ കൊണ്ടുവന്നിട്ട് കേരളത്തിലേക്ക് തള്ളുന്നത്. അത് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം ആരാണ് ഇത് നടത്തുന്നതൊക്കെ. അപ്പൊ അതാണ് കേരളത്തിൽ പറ ഇന്നേ വരെ ഉണ്ടാവാത്ത കാര്യമാണ്. ഏത് LP UP സ്കൂളിന് മുമ്പിൽ പോലും കേരളത്തിൽ MDMA അടക്കമുള്ള മാരകമായ രാസലഹരികൾ കുട്ടികൾക്ക് നിർബാധം ലഭിക്കുന്നു. അതായിരുന്നല്ലോ ഇവരുടെ ലക്ഷ്യം. ഇവരുടെ അജണ്ട തന്നെ ഈ കേരളത്തിലെ ഓരോരോ സ്കൂളിലും മയക്കുമരുന്ന് എത്തണം എന്നായിരുന്നു ഇവരുടെ തലതൊട്ടപ്പന്മാര് അമിത്ഷാ മോദിയൊക്കെ കൊടുത്ത നിർദ്ദേശം. അത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പൊ അതിങ്ങനെ ഇപ്പൊ എന്താക്കി, അത് പൂർത്തീകരിച്ചത് കണ്ടപ്പോ പിന്നെ മുഴുവൻ കുറ്റം ഓരോരുത്തരുടെ മേത്തേക്ക് ചാർത്തി നല്ല മനുഷ്യനാവാണ്. മാലാഖയാണിത്. മാലാഖയാണ് നിൽക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ, അല്ലാതെ ഒരു ഭീകരനല്ല. എവിടെ കൈ നീട്ടിയാലും കുട്ടികൾക്ക് ലഭിക്കുന്നു. വൻതോതിലുള്ള മയക്കുമരുന്ന് സംഘങ്ങൾ മൂപ്പര അറിയിക്കുകയാണ്. അമിത്ഷാ മോദിനെ അറിയിക്കുകയാണ്. കണ്ടോ, ഞങ്ങൾ ഇത്രയും നല്ല രീതിയിലൂടെ മയക്കുമരുന്ന് വ്യാപിപ്പിച്ചു എന്ന് അവരെ അറിയിക്കുകയാണ്. അങ്ങനെ പിന്നെ ജനങ്ങൾ പൊട്ടന്മാരാണെന്ന് വിചാരിച്ചിട്ട് പറയണേ. ജനങ്ങൾക്ക് ഇതൊന്നും അറിയാത്ത കേസാ ആരാണ് ഈ മയക്കുമരുന്ന് കൊടുക്കുന്നൊക്കെ. അപ്പൊ അതാണ് എല്ലാം ചെയ്യാന്നിട്ട് അവർ തന്നെ മറ്റുള്ളവരുടെ മേത്ത് പഴിചാരിയിട്ട് വലിയ വീമ്പിളക്കുക. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള തടസ്സവും ഇല്ലാതെ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ഇതൊന്നും ഒരു സാധാരണ സംഭവമല്ല. ഇതിനൊക്കെ പിന്നിൽ വലിയ വലിയ ശക്തികളുണ്ട്. ഒരു സംശയമില്ല. അമിത്ഷാ, മോദി, അദാനി, ഒരു സംശയമില്ല. വലിയ വലിയ ശക്തി അദാനി, മോദി,
അമിത്ഷാ ഇതുപോലത്തെ ആൾക്കാർ തന്നെയാണ് അതിന്റെ ബാക്കിൽ. പിന്നെ ഇയാളുണ്ടാവും. ഇതിപ്പോ വിളിച്ചു പറയാൻ പറ്റൂലല്ലോ. നേതൃത്വം നൽകുന്നത് മതഭീകരവാദ സംഘടനകൾ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ്. ഹിന്ദുത്വ തീവ്രവാദികളുടെ കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ പോലല്ല. ഇസ്ലാമിക ഭീകരവാദം എന്നൊക്കെ പറയാനുള്ള പിന്നെ തന്ത്രപ്പാടൊന്നുമില്ല. മൂപ്പര് ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ? ഈ ഹിന്ദുത്വ തീവ്രവാദികൾ RSS ഭീകരന്മാരാണ് ഇതിന്റെ പിന്നിൽ എന്നാണ് വ്യക്തമായിട്ട് പറയുന്നത്. ഒരു അന്വേഷണവും ഈ പിണറായി വിജയൻ നടത്തുന്നില്ല. പിണറായി വിജയൻ നടത്തേണ്ട എങ്ങനെ നടത്തുക? പിണറായി വിജയൻ എങ്ങനെയാണ് നടത്തുക? പിണറായി വിജയൻ അന്വേഷണം നടത്തി അപ്പൊ തന്നെ പിണറായി വിജയന്റെ കഥ കഴിയും. പിണറായി വിജയന്റെ മകളിനെ പിടിച്ച് അമിഷി മോദി ജയിലിലിടും. കാരണം എന്താ വെച്ചാൽ ഇത് അന്വേഷണം നടത്തി മുന്ദ്ര പോർട്ടിലായിരിക്കും. അന്വേഷണം നടത്തുന്നില്ല പറഞ്ഞാല് ഈ പിണറായി വിജയനെ ഊരാക്കുടുക്കിട്ട് ചങ്കിൽ ഊരാക്കുടുക്കിട്ട് വെച്ചിരിക്കുകയാണ്. എന്തിനു ചെയ്താൽ നിന്റെ പണി തീർക്കും പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ അന്വേഷിക്കാനാണ്? പറയ് രസല്ലേ കേക്കട്ടെ. ഈ രാസലഹരി കേരളത്തിലേക്ക് വരുന്നത് ഗുജറാത്തിൽ നിന്ന് അല്ല, ഇവിടെ മുന്ദ്ര പോർട്ടിൽ നിന്ന്. ആരാണിത് ട്രാഫിക് ചെയ്യുന്നത്? അമിത്ഷാ, മോദി, അദാനി. ഈ മയക്കുമരുന്ന് സംഘങ്ങൾ എവിടുന്നാണ് മുളപൊട്ടി വരുന്നത്? ഗുജറാത്തിൽ നിന്ന്. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അടക്കം ആരാണ് ഇവർക്ക് വിതരണം ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത്? RSS ഭീകരന്മാർ, BJP-ക്കാർ. ഏത് മാളത്തിലാണ് പിണറായി വിജയന്റെ പോലീസ് പോയി ഒളിച്ചിരിക്കുന്നത്? RSS ശാഖയില്. ഇത്രയും ദാരുണമായ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ കൈമലർത്തുകയാണ് മുഖ്യമന്ത്രി. ഇന്നലെ പറയുന്നത് കേട്ടു, പഠന വിധേയമാക്കണം. 9 പഠന വിധേയമാക്കണം. ഇനിയിപ്പോ പഠിക്കാൻ സ്വിറ്റ്സർലൻഡിലേക്ക് പോകേണ്ടി വരും. കൊല്ലല്ലേ പഠിക്കുന്നു. ഇത്തരം മയക്കുമരുന്ന് സംഘങ്ങൾ. ഒരു വെള്ളപ്പൊക്കത്തിനെ കുറിച്ച് പഠിക്കാൻ ഹോളണ്ടിലേക്ക് പോയ ടീംസാ ഇനിയിപ്പോ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് സ്വിറ്റ്സർലൻഡിലേക്കും അമേരിക്കയിലേക്കും പോകും. എന്നിട്ട് അവിടെ പോയിട്ട് സുഖചികിത്സ, ചെക്കപ്പ് ഫ്രീ എന്നൊക്കെ പറഞ്ഞ് നടക്കും. അധോലോക സംഘങ്ങൾ, രാജ്യദ്രോഹ ശക്തികൾ കേരളത്തിൽ പത്തി വിടർത്തി ആടുകയാണ്. അത് നേരെ കാണാനുണ്ട്. ആ പത്തിയാണ് ഇയാള്. ആ ഇയാളുടെ പത്തി നമുക്ക് ശരിക്കും കാണാനുണ്ട്. ഇതിനെല്ലാം സർക്കാരിന്റെ ഒത്താശയുണ്ട്. സർക്കാരിന്റെ ഒത്താശ ഉണ്ടാവല്ലോ. കാരണം സർക്കാർ മൊത്തത്തിൽ എന്താ പറയാ, അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് കിടക്കുകയാണ്. അപ്പൊ അത് ഈ എന്താ അന്വേഷണം വന്ന് ജയിലിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ED റെയ്ഡ്, CBI റെയ്ഡ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി പിണറായി വിജയൻ എന്ത് ചെയ്യും? നിങ്ങൾ എന്താ ചെയ്തോ, എന്നെ വെറുതെ വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് എല്ലാതും എന്താ കയറൂരി വിട്ടിരിക്കുകയാണ്. അതാണ് സംഭവം. പറയ് 4 മയക്കുമരുന്ന് കേസ് പിടിച്ചാൽ 2 വർഗീയവാദികൾ, 2 DYFI. അപ്പൊ 2 RSSകാര്, 2 DYFIക്കാര് എന്നാണ് ഈ പറയുന്നത്. പറയും കേരളത്തിലെ കണക്ക് നോക്കും. കൊടും വർഗീയവാദികള്. പച്ച പാവം. മാലാഖ അഹിംസയുടെ പർവ്വതാനിയായിട്ട് നടക്കാൻ മൂപ്പര്. BJP-ക്കാര് RSS എന്നൊക്കെ പറഞ്ഞാല് പിന്നെ എന്താ പറയാ, ഇത്രയും സമാധാനപ്രിയ ലോകത്ത് തന്നെ ഇല്ല. അതുകൊണ്ടാണ് മണിപ്പൂരിലൊക്കെ ഇത്ര സമാധാനം ഇങ്ങനെ ഒഴുകി നടക്കുന്നത്. പറയ് വേഗം പറയ്. 2 DYFI. ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. അതെ ഒരു സംശയം. ഉന്നതരായിട്ടുള്ള പല ആളുകളും ഈ മയക്കുമരുന്ന് സംഘങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. മൂപ്പര് ഉദ്ദേശിക്കുന്ന ആരറിയോ? അമിത്ഷാ, മോദിനെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ പേര് പറയാൻ പറ്റില്ലല്ലോ, അങ്ങനെ കുടുങ്ങിയിരിക്കുക. പറയ്. CPM-ന്റെ പല ലോക്കൽ സെക്രട്ടറിമാരും ബ്രാഞ്ച് സെക്രട്ടറിമാരും ഇത്തരം സംഘങ്ങളെ വഴിവിട്ട് സഹായിക്കുന്നു. എത്ര കേസുകൾ നമ്മുടെ മുമ്പിൽ വന്നു. എന്നിട്ട് മുമ്പിൽ വന്നിട്ട് എന്താണ്? മുമ്പിൽ വന്നിട്ട് ഒന്നും ചെയ്തില്ലേ? കൈകൂപ്പി വണങ്ങിയോ? അതാ ചെയ്തത്. മുമ്പിൽ വന്നിട്ട് സർക്കാർ എന്ത് അന്വേഷണം നടത്തുന്നത്? സർക്കാർ അന്വേഷണം നടത്താതെ എന്താണ് ഈ ചെങ്ങായി പറയുന്നത്? കുറെ കേസുകൾ മുന്നിൽ വന്നു എന്ന് പറയുന്നത്, സർക്കാർ അന്വേഷിക്കുന്നില്ല എന്നും പറയുന്നത്. അപ്പൊ സർക്കാർ അന്വേഷിക്കണില്ലെങ്കിൽ പിന്നെ എങ്ങനെ മുന്നിലേക്ക് വന്നത്? എന്ത് വർത്താനാണ് ഈ പറയുന്നത്? മതഭീകരവാദ ശക്തികൾ ഒരു വശത്ത് ഇതിന് നേതൃത്വം നൽകുന്നു. മതഭീകരവാദം. അതിന്റെ ഉദ്ദേശം മുമ്പ് എങ്ങോട്ടാണ്? കുറുക്കൻ ചത്ത കണ്ണു കോഴിക്കോട്ടില്ല പറഞ്ഞ പോലെയാണ്. ഇയാള് മതഭീകരവാദം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചാണേ. മയക്കുമരുന്ന് ഹറാമാണ്, അത് ചെയ്യുന്നവൻ മുസ്ലിമല്ല. പോയി പണിയോക്കടോ. പറയ് എന്തായാലും. ഭരണകക്ഷിയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഇതിന് ലഭിക്കുന്നു. കേരളം ജീവിക്കാൻ കഴിയാത്ത നാടായി കഴിഞ്ഞ 9 കൊല്ലം കൊണ്ട് മുഖ്യമന്ത്രി. എന്നാ പിന്നെ നീ പാകിസ്ഥാനിലേക്ക് വിട്ടോ. നിനക്ക് പറ്റിയ സ്ഥലമാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കില്ല. പാകിസ്ഥാനിലേക്ക് വിട്ടോ. മന്ത്രി പിണറായി വിജയൻ കേരളത്തെ മാറി ശക്തമായ നടപടി ഉണ്ടായെങ്കിൽ ഇതെല്ലാം അവസാനിക്കുമായിരുന്നു. ശക്തമായ നടപടി ഉണ്ടാകാൻ സമ്മതിക്കൂലല്ലോ. ശക്തമായ നടപടി ഉണ്ടാകുക എന്ന് പറഞ്ഞാല് അന്വേഷണം കൃത്യമായിട്ട് ഇങ്ങനെ പിന്നെ നല്ല രീതിക്ക് പോവാണെങ്കിൽ നേരെ എത്തുക ഗുജറാത്തിൽ. പിന്നെ മുന്ദ്ര പോർട്ടിന്റെ ഉടമ അദാനിയുടെ ചങ്ക് പിടിച്ചിട്ടുണ്ടെങ്കിലും മറ്റേ മോദി അമിഷനെയും പിടിച്ച് ജയിലിലിടേണ്ടി വരും. അതിന് ധൈര്യം ഉണ്ടോ? ആർക്കെങ്കിലും ഇവിടെ ഇന്ത്യയിൽ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ? വലിയ ചിലക്കുക. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ പിന്തുണയുമുണ്ട്. ഇന്നും എന്താ പിന്തുണ? ഇത് മുഴുവൻ ചെയ്തവരാണ്, മുഴുവൻ നശിപ്പിച്ചവരാണ്. എന്നിട്ട് പറയാണ് ഭയങ്കര പിന്തുണ. എത്ര ഇന്ന് എന്ത് പിന്തുണ? ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാജി പറഞ്ഞിരിക്കുന്നു. അമിത്ഷാജി പറഞ്ഞിരിക്കുന്നു.
പഞ്ചാബൊക്കെ നശിപ്പിച്ച് ഗുജറാത്തിലും മുഴുവൻ ഇതൊക്കെ ഗുജറാത്ത് മൊത്തം മയക്കുമരുന്നിന് അടിമകളാണ് അവിടെ ജനങ്ങൾ. അതുകൊണ്ടാണ് ഒന്നും തിരിച്ചു പറയാനൊരു ആൾക്കാരില്ലാത്തത്. കാരണം 33 കൊല്ലം ഇവർ ഭരിക്കണേ. അപ്പൊ ഈ 33 കൊല്ലം കൊണ്ട് പരിപ്പെടുത്ത് ഗുജറാത്തിന്റെ പിന്നെ പരിപ്പും ചവറും ഒക്കെ പുറത്തേക്കെടുത്ത് ദരിദ്ര രാജ്യമാക്കി മാറ്റി. ജനങ്ങളവിടെ പിന്നെ കലാപുണ്ടാക്കും. അപ്പൊ എന്ത് ചെയ്ത് എല്ലാവരെയും മയക്കുമരുന്നിനെ അടിമാക്കി. അതൊക്കെ കഴിഞ്ഞ് പഞ്ചാബിനാക്കി. അതിനുശേഷമാണ് ഇപ്പൊ കേരളം ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അതിലൊക്കെ വിജയം കൊയ്തിട്ടോ. ഈ മയക്കുമരുന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇതിനൊക്കെ അടിമപ്പെടുത്ത ആൾക്കാരനെ. അങ്ങനെ ഇപ്പൊ ഈ പിന്നെ കേരളം നശിപ്പിച്ചതിന്റെ ശേഷം ഞങ്ങൾ പിന്തുണ കൊടുക്കും. എന്ത് പിന്തുണ? അവരെന്നെയാണ് ഈ കണ്ടെയ്നറിൽ കയറ്റി അയക്കുന്നത് കേരളത്തിലേക്ക്. വലിയ വർത്താനം പറയാം. കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് ശക്തമായിട്ടുള്ള പിന്തുണയാണ് കേന്ദ്ര സർക്കാർ. ശക്തമായിട്ടില്ല. പക്ഷെ സംസ്ഥാന ഗവൺമെന്റ് ഒരു തരത്തിലും നടപടിയെടുക്കുന്നില്ല. ആദ്യം സംസ്ഥാന ഗവൺമെന്റിനെ കുടുക്കുക, കെണിയിലാക്കുക. എന്നിട്ട് പിന്നെ എന്തെങ്കിലും ഒരു പിന്നെ എന്തെങ്കിലും ഒരു എന്താ പറയാ പ്രതിരോധം അല്ലെങ്കിൽ ഈ അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പണി തീർക്കുന്ന ആദ്യം തന്നെ പറഞ്ഞു വെക്കുക. അപ്പൊ പിന്നെ അന്വേഷിക്കൂലല്ലോ. കാരണം അന്വേഷിച്ചാൽ പിണറായി വിജയന്റെ മകളും മരുമകനും ഒക്കെ കൂടി ജയിലിൽ പോയിട്ട് ഇങ്ങനെ ഔലസുണ്ട തിന്നേണ്ടി വരും. അപ്പൊ അവർ അന്വേഷിക്കൂല ഗതിയില്ലാതെ. എന്നിട്ട് പിന്നെ ജനങ്ങളുടെ മുന്നിൽ വന്നിറങ്ങണോ കണ്ടോ ഇവർ ഒരു അന്വേഷണം നടത്തുന്നില്ല എന്ന് പറയാം. എന്തൊക്കെയാണ് ട്രിക്ക് വരെ. ഇത് വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ ഭാവി തലമുറയെ ഗുരുതരമായി ബാധിക്കുന്ന പ്രശ്നമാണ്. ഞങ്ങൾ ഇനി എന്ത് ബാധിക്കാന് എല്ലാവരുടെയും മയക്കുമരുന്നിനെ അടിമാക്കി. ഏതൊരു വീട്ടിൽ ചെന്നാലും 2 കുട്ടികളുണ്ടെങ്കിൽ അതിലത്തെ ഒരു കുട്ടി മയക്കുമരുന്നിന് അടിമയാണ്. എല്ലാ വീട്ടിലും മയക്കുമരുന്നിന്റെ ആൾക്കാരാണ് ഇപ്പോ ഉള്ളത്. ഇനി എന്ത് ഗുരുതരം, ഇനി എന്ത് അപകടം, ഇതിനേക്കാൾ മേലെ എന്ത് വരാനാണ് ഇനി? ഈ വിഷയത്തിൽ ശരിയായ നിലയിലുള്ള പ്രചാരണവും സമരവും ആരംഭിക്കുകയാണ് ഈ 8-ാം തീയതി വനിതാ ദിനത്തിൽ. വനിതാ ദിനത്തിൽ എന്ന് വെച്ചാൽ ഇനിയിപ്പോ സ്ത്രീകൾക്കും ഒരു നിക്കപ്പുറത്തി ഉണ്ടാവില്ല. എല്ലാറ്റും പിടിച്ച് ബലാത്സംഗം ചെയ്യും. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീകളെ മുഴുവൻ ബലാത്സംഗം ചെയ്ത് ഗുജറാത്തിലും ഉത്തർപ്രദേശിലും മണിപ്പൂരിലും ഒക്കെ ബലാത്സംഗം ചെയ്ത് ബേട്ടി ബച്ചാവോ കൂട്ടി ബച്ചാവോ പറഞ്ഞ് നടന്ന്. ഇപ്പതാ ഇനി വനിതാ ദിനത്തിൽ എന്ന് വെച്ചാൽ കുറെ വനിതകളെ ബലാത്സംഗം ചെയ്യുന്നു എന്നാണ് ഈ പറഞ്ഞുകൊണ്ടുവരുന്നത്. പറയും